പാകിസ്ഥാനുമായി ചാരവൃത്തി നടത്തിയതിൽ പങ്കുണ്ടെന്നാരോപിച്ച് പഞ്ചാബ് പോലീസ് ബുധനാഴ്ച ജാൻ മഹൽ എന്ന ചാനൽ നടത്തുന്ന ജസ്ബീർ സിംഗിനെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. രൂപ്നഗർ ജില്ലയിലെ മഹ്ലാൻ ഗ്രാമത്തിൽ താമസിക്കുന്ന സിംഗിനെ നടപടിയെടുക്കാവുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഹാലിയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ കസ്റ്റഡിയിലെടുത്തു. ഹരിയാനയിൽ നിന്ന് ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയ്ക്ക് ശേഷം സമീപ ആഴ്ചകളിൽ അറസ്റ്റിലായ രണ്ടാമത്തെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററാണ് ജസ്ബീർ സിംഗ്. പഞ്ചാബ് പോലീസിന്റെ കണക്കനുസരിച്ച് ജസ്ബീർ സിംഗ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ ഷാക്കിർ എന്ന ജട്ട് രൺധാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ISIക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്ന ഇന്ത്യൻ വംശജനാണ് ഷാക്കിർ. ചാരവൃത്തി ആരോപിച്ച് പുറത്താക്കപ്പെട്ട പാകിസ്ഥാൻ പൗരനും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ മുൻ ഉദ്യോഗസ്ഥനുമായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി സിംഗ് ബന്ധം പുലർത്തിയിരുന്നു. ഡാനിഷിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ നടന്ന പാകിസ്ഥാൻ ദേശീയ ദിനാഘോഷത്തിൽ സിംഗ് പങ്കെടുത്തുവെന്നും അവിടെ വെച്ച് പാകിസ്ഥാൻ സൈനികരുമായും ബ്ലോഗർമാരുമായും അദ്ദേഹം സംവദിച്ചുവെന്നുമുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നത്. 2020, 2021, 2024 വർഷങ്ങളിൽ ഈ വ്യക്തി 3 തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് വിശകലനത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി കോണ്ടാക്ട് നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവ ഇപ്പോൾ അന്വേഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിനു ശേഷം ISIയുമായി ബന്ധമുള്ള പ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിന് എല്ലാ സൂചനകളും ഇല്ലാതാക്കാൻ സിംഗ് ശ്രമിച്ചതായി ആരോപിക്കപ്പെടുന്നു. ചാരവൃത്തി ഭീകര ശൃംഖലയുടെ മുഴുവൻ വ്യാപ്തിയും പുറത്തു കൊണ്ടുവരാനും അതിലുൾപ്പെട്ട എല്ലാ വ്യക്തികളെയും തിരിച്ചറിയാനും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ജാൻ മഹൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്ബീർ സിംഗ് ഭീകരവാദ പിന്തുണയുള്ള ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമായ PIO ഷാക്കിൽ എന്ന ജൂട്ട് രൺധാവുമായി ബന്ധമുള്ളതായി കണ്ടെത്തി. ഹരിയാന ആസ്ഥാനമായുള്ള യൂട്യൂബർ, അതായത് ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ പൗരനും പുറത്താക്കപ്പെട്ട പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനുമായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷ് എന്നിവരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പഞ്ചാബ് പോലീസ് എക്സിലൊരു പോസ്റ്റിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്: വിശാലമായ ചാരവൃത്തി ഭീകര ശൃംഖല തകർക്കുന്നതിനും എല്ലാ സഹകാരികളെയും തിരിച്ചറിയുന്നതിനുമുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് പഞ്ചാബ് പോലീസ് ഇതുവരെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൃത്സറിലെ അഞ്ചാലയിൽ നിന്ന് ഫലക്ഷേർ മാസിക്, സൂരജ് മാസിക് എന്നിവരെയും മലേർകോട്ട് നിവാസികളായ 31-കാരിയായ ഗുസാല യമീൻ മുഹമ്മദ് എന്നിവരെയും കഴിഞ്ഞ മാസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ISIയുമായി തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങൾ പങ്കുവച്ചതിന് ഗുർദാപൂരിൽ നിന്നും സുപ്രീത് സിംഗ്, കരൺബീർ സിംഗ് എന്നീ 2 പേരെ കൂടി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. കൂടാതെ പാകിസ്ഥാൻ ചാര ഏജൻസിയായ ISIയുമായി ശക്തമായ ബന്ധമുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. അതിർത്തിക്കപ്പുറത്തുള്ള സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ വർഷങ്ങളായി ഏജന്റുമാർക്ക് കൈമാറിയതായി ആരോപിക്കപ്പെടുന്ന ഒരു ചാരനെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി ചൊവ്വാഴ്ച വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തും ഇയാൾ പ്രവർത്തിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. അറസ്റ്റിലായ പ്രതി ഗഗൻദീപ് സിംഗ് ISIയുമായും ഖാലിസ്ഥാൻ ഭീകരനായ ഗോപാൽ സിംഗ് ചൗളയുമായും ബന്ധപ്പെട്ടിരുന്നു. ദേശീയ സുരക്ഷ ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന സൈനിക വിന്യാസങ്ങളുടെയും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യവിവരങ്ങൾ പങ്കിട്ടതായും പറഞ്ഞു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഖലിസ്ഥാനിലെ ആരാധകനായ ഗോപാൽ സിംഗ് ചൗളയുമായി കഴിഞ്ഞ 5 വർഷമായി ഗഗൻദീപ് സിംഗ് ബന്ധപ്പെട്ടിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അദ്ദേഹം വഴിയാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളെ അയാൾക്ക് പരിചയപ്പെടുത്തിയത്. ഇന്ത്യൻ ചാനലുകൾ വഴി PIOകളിൽ നിന്ന് അയാൾക്ക് പണവും ലഭിച്ചിരുന്നതായും പറയുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്ക് കണ്ണൂർ സന്ദർശന വേളയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്ത പരിപാടിയുടെ ഭാഗമായി ആതിഥേയത്വം നൽകിയെന്ന് K. സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ടൂറിസം വകുപ്പിന് നേതൃത്വം നൽകുന്നത്. ജ്യോതിയുടെ കേരള യാത്രയ്ക്ക് പിന്നാലെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുരേന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമായ എക്സിൽ എഴുതി: പാക് ചാര ജ്യോതി മൽഹോത്രയുടെ കണ്ണൂർ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസമാണ്. പിണറായി വിജയന്റെ മരുമകനാണ് ഇത് നടത്തിയത്. അവർ ആരെയാണ് കണ്ടത്? അവർ എവിടെ പോയി? യഥാർത്ഥ അജണ്ട എന്താണ്? പാക് ബന്ധമുള്ള ഒരു ചാരന് കേരളം എന്തിനാണ് ചുവപ്പ് പരവതാനി വിരിക്കുന്നത് എന്നൊക്കെയാണ് എക്സിലെ ഒരു പോസ്റ്റിൽ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.